നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 277 277. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 23 ശ്ലോകം 19 പറയേണ്ടത്. ചക്ഷുഷ്മൽ പത്മരാഗാഗ്രേ വജ്രഭിത്തിഷു നിർമ്മിതൈഃ ജുഷ്ടം വിചിത്രവൈതാന്യൈർമഹാർഹൈ ഹേമതോരണൈ. ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം: വജ്രം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഭിത്തികളിൽ പതിക്കപ്പെട്ട കണ്ണുകളുള്ളവയെന്ന പോലെ ഇരിക്കുന്ന ശ്രേഷ്ഠങ്ങളായ പത്മരാഗം എന്ന രത്നങ്ങളാലും നാനാവർണ്ണങ്ങളുള്ള വിധാന സമൂഹങ്ങളാലും വിലമതിപ്പാൻ കഴിയാത്ത സ്വർണമയങ്ങളായ തോരണങ്ങളാലും ആശ്രയിക്കപ്പെട്ടതുമായിരുന്നു ആ വിമാനം. അതിൻ്റെ ഭാവാർത്ഥം: വജ്രഭിത്തികളിൽ പതിച്ചിരുന്ന പത്മരാഗങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശോഭകൾ അവയുടെ നേത്രങ്ങളെന്ന പോലെ പ്രകാശിച്ചിരുന്നു. വിചിത്രങ്ങളായിരിക്കുന്ന മേലാപ്പുകളും, അതായത് ഈ ആനപ്പുറത്ത് വയ്ക്കുന്ന കുടയ്ക്ക് ഒരു എന്താണെന്ന് പറയുക, വെള്ളിടിയും ഗോൾഡൻ കളറിലുള്ള ഒരു ഏലസ് മധുര വയ്ക്കില്ലേ, അതേപോലെയുള്ളതാണ് ഈ എന്താണെന്നാ പറയുക, സ്വർണ്ണ തോരണങ്ങളും വാതിലുള്ള അഗ്രഭാഗങ്ങൾ കെട്ടി അലങ്കരിച്ചിരുന്നു എന്ന് പറഞ്ഞു. മേലാപ്പുകൾ അതായത് ഈ മേലാപ്പുകൾ എന്ന് പറയുകയാണെങ്കിൽ സീലിംഗ്, അങ്ങനെ പറയാം, സീലിംഗ്. അടുത്ത ശ്ലോകം 20. ഹംസപാരാവതവ്രാതൈസ്തത്ര തത്ര നിഗൂചിതം കൃതിമാൻ മന്യമാനൈ സ്വാനധിരുഹ്യാധിരുഹ്യജാം. നിർമ്മിച്ചു വെച്ചിരിക്കുന്നവയാണെങ്കിലും സ്വജാതിയിൽപ്പെട്ടവയെന്ന് വിചാരിക്കപ്പെട്ടവയും അതാതിൽ കയറിയിരിക്കുന്ന ഹംസങ്ങൾ, പ്രാവുകൾ മുതലായവയുടെ കൂട്ടങ്ങളാൽ ശബ്ദിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ശബ്ദമുണ്ട്, നാച്ചുറലായിട്ട് തോന്നും. അതിൻ്റെ ഭാവാർത്ഥ പറയണത് ഇനി: ആ വിമാനത്തിൽ ഓരോ സ്ഥാനങ്ങളിൽ ചിത്രം വരഞ്ഞിരിക്കുന്ന ഹംസം, പാരാവതം മുതലായ പക്ഷികളെ കണ്ടിട്ട് സ്വജാതികളാണെന്നുള്ള വിചാര നിമിത്തം അവിടെ ചെന്ന് പറന്നിരിക്കുന്ന ഹംസാദി പക്ഷി സമൂഹങ്ങൾ മധുരമായി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ഈ ഭൂലോകത്തുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അതിശയമായിട്ടുള്ള ഒരു ബഹുനില വിമാനമാണത്. 21. വിഹാരസ്ഥാന വിശ്രാമ സംവേശ പ്രാങ്കണാജിരേ യഥോപജോഷം രചിതേ വിസ്മാപനം മിവാത്മനാം. അവിടെ ഇപ്പോൾ നമ്മൾ ഈ ഇൻഡോർ ഗെയിംസ് പലതുണ്ട്. ബാഡ്മിൻ്റൺ ഉണ്ട്, ടെന്നീസ് ഉണ്ട്, അതേമാതിരി റിങ് ഉണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്. അതേപോലെ കളിപ്പാനുള്ള സ്ഥലം, ഇതൊക്കെ അന്നത്തെ രീതിയിൽ എന്തൊക്കെയുണ്ടോ, കളിപ്പാനുള്ള സ്ഥലം, ഇരുന്ന് ആസ്വസിപ്പാനുള്ള സ്ഥലം, ശയനഗൃഹം, ഗൃഹത്തിൽ നിന്ന് പുറമേയുള്ള അങ്കണം, മുറ്റം, ആഗ്രഹിച്ച വിധത്തെ അതിക്രമിക്കാതെ ഉണ്ടാക്കപ്പെട്ടവയോടുകൂടിയ വിമാനം തനിക്കും കർദമനും കൂടെ ആശ്ചര്യജനകമെന്ന പോലെ ഇരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽസ് പറയേണ്ടതിനെ പറ്റിയിട്ട്. ഭാവാർത്ഥം: കളിപ്പാനുള്ള സ്ഥാനം, വിശ്രമിക്കുവാനുള്ള സ്ഥലം, സുഖമായി കിടന്നുറങ്ങുവാനുള്ള അറകൾ, മുറ്റം, പുറമുറ്റം എന്നിവ ഏതേതു വിധമായിരിക്കണമെന്ന് ആഗ്രഹിക്കുവാൻ സാധിക്കുമോ ആ വിധത്തിലൊക്കെ ഉണ്ടായിരിക്കുന്ന ആ വിമാനം
കർദമനും കൂടെ ആശ്ചര്യം ജനിപ്പിക്കുന്ന മട്ടിൽ ആവിർഭവിച്ചു. അതായത് ഭാര്യയ്ക്ക് മാത്രമല്ല, ദേവഹൂതിക്ക് മാത്രമല്ല, ഈ വിമാനം കണ്ട് ആശ്ചര്യപ്പെടുന്ന ഇതരന്മാരെ പോലെ യോഗസിദ്ധി അടഞ്ഞിരിക്കുന്ന കർദമമുനിക്ക് ആശ്ചര്യത്തിന് അവകാശമില്ലാത്തത് കൊണ്ടാണ് ഇവ ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. കർദമനെ കൂടെ ആശ്ചര്യപ്പെടുത്താവുന്ന വിമാനം ഇതരന്മാരെ ആശ്ചര്യഭരിതന്മാരാക്കുമെന്ന് പറയേണ്ടതില്ലെന്ന് സാരം. അതായത് സർവജ്ഞനായിട്ടുള്ള അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നുക പറഞ്ഞാൽ അതാണ് പറഞ്ഞാൽ താല്പര്യം. 22 ഈദൃഗൃഹം തൽ പശ്യന്തിം ന അതിപ്രീതേന ചേതസാ സർവഭൂതാശയാഭിജ്ഞ പ്രാവോചൽ കർദമ സ്വയം. ഇപ്രകാരമുള്ള ആ ഗ്രഹത്തെ, അതായത് ആ യാനം, ആകാശ പറവ എന്നൊക്കെ പറയാം നമുക്ക്, അതിമാത്രം സന്തോഷിക്കാത്ത മനസ്സോടുകൂടെ നോക്കുന്ന ദേവഹൂതിയോട് സകല പ്രാണികളുടെയും അഭിപ്രായം അറിയുന്ന കർദമൻ, അദ്ദേഹത്തിന് മനസ്സറിയാം എല്ലാവരുടെയും, സ്വയം അന്യപ്രേരണ കൂടാതെ തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അത് അടുത്തതില പറയാ, അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ഇപ്രകാരമുള്ള ഗൃഹത്തെ അതിപ്രീതിയെ പ്രാപിക്കാത്ത മനസ്സോടുകൂടെ നോക്കുന്ന തൻ്റെ പത്നിയെ കണ്ടപ്പോൾ, അതിപ്രീതി ഇല്ല എന്നാണ് പറഞ്ഞത്, യോഗമഹിമയാൽ സകല പ്രാണികളുടെയും ആന്തരമായ അഭിപ്രായത്തെ അറിയുവാൻ സമർത്ഥനായ കർദമൻ സ്വയമേവ ഇങ്ങനെ പറഞ്ഞു. എന്താണെന്നാണ് 23-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. നിമജ്യാസ്മിൻ ഹൃദേ ഭീരു വിമാനം ഇതമാരുഹ ഇതം ശുക്ലകൃത്യം തീർത്ഥം ആശിഷാം യാജ്പകം നൃണാം. ഭയശീലേ, നമുക്കെപ്പോഴും ഭയമാണല്ലേ. ബിന്ദുസരസ് എന്നു പേരായ ഈ അഗാധ ജലാശയത്തിൽ മുങ്ങിയിട്ട്, അപ്പോഴാണല്ലോ ഈ ശരീരം പുഷ്ടിപ്പെട്ടു വരണ്ടേ, ഈ വിമാനത്തിൽ കയറുക. ഭഗവാനാൽ ഉണ്ടാക്കപ്പെട്ടതായ ഈ തീർത്ഥം മനുഷ്യരുടെ അഭിലാഷങ്ങളുടെ പൂർത്തികരമാകുന്നു. അതായത് ഏതൊക്കെ തരത്തിലുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്ത് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് സർജറി തന്നെ ചെയ്തിട്ട് മുഖകാന്തി കൂട്ടാനുള്ള കഴിവാർക്കുണ്ട് ഈ ബിന്ദുസരസ് എന്ന തടാകത്തിന്. അതിൽ മുങ്ങിയിട്ട് ഈ വിമാനത്തിൽ കയറാനാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയാം, ഹേ ഭീരു, ശരീരം ഇത്ര മലിനമായിരിക്കെ ഈ വിധം രമണീയമായ വിമാനം കൊണ്ട് ബലം എന്തെന്നോർത്ത് ഭയപ്പെടേണ്ട. അതാണ് ശരി. ഈ തടാകത്തിൽ സ്നാനം ചെയ്ത ശേഷം ഈ വിമാനത്തിൽ കയറിയിരിക്കുക. ശുദ്ധസത്വസ്വരൂപനായ ഭഗവാന്റെ കാരുണ്യാമൃതം കൊണ്ടുണ്ടായിരിക്കുന്ന ഇതിൽ സ്നാനം ചെയ്യുന്ന മനുഷ്യരുടെ സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നതിനുള്ള മഹിമ ഈ സരസ്സിനുണ്ട്. അപ്പോൾ കുളിക്കുമ്പോൾ ഒരു കപ്പ് വെള്ളം എടുക്കുക, ഒരു കൈ അടച്ചു പിടിച്ചിട്ട് ഓം ബിന്ദുസരസ് അല്ലേ, ആ ബിന്ദുസരസ്സിലുള്ള ജലം ഇതിൽ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞു നോക്കൂ. ഭാവനയിൽ അതായി. ഇപ്പോൾ പ്രയാഗ്രാജ്, ഇപ്പോൾ കുടിക്കുമ്പോൾ ഗംഗ, യമുന, സിന്ധു, കാവേരി, സരസ്വതി, നർമ്മദ, ഗോദാവരി, അതിലത്തെ വെള്ളം ഇതിൽ സന്നിഹിതമാവണമെന്നൊക്കെ നമ്മൾ മന്ത്രം ചൊല്ലണില്ലേ? അതന്നെ അതിൻ്റെ രീതി. അപ്പോൾ ഈ 24-25 ശ്ലോകം ഒപ്പം പോവും, അർത്ഥം പറയേണ്ട സൗകര്യത്തിന്. സാ തത് ഭർത്തു സമാദായ വച കുവലയേഷണാം സരജം ബിഭ്രതി വാസോ വേണീ ഭൂതാംശ്ച മൂർധജാൻ അംഗം ച മലപങ്കേന സംഛന്നം ശബളസ്തനം ആവിവേശ സരസ്വത്യാ സരശിവജലാശയം. എന്താ അതിന് വാക്കർത്ഥം പറയാ? താമരതളം പോലെ വിടർന്നിരിക്കുന്ന നേത്രങ്ങളോടുകൂടിയ അവൾ ഭർത്താവിൻ്റെ ആ വാക്കിനെ സാദരം സ്വീകരിച്ചിട്ട് ചളി പിടിച്ച വസ്ത്രത്തെയും കെട്ടുപിടിച്ചിരിക്കുന്ന തലമുടികളെയും ചളി മൂടിയിരിക്കുന്ന ശരീരത്തെയും വിളർത്തിരിക്കുന്ന സ്ഥലത്തെയും
ധരിച്ചവളായിട്ട് തന്നെ സരസ്വതി നദിയുടെ കല്യാണകരമായ ജലം നിറഞ്ഞിരിക്കുന്ന സരസിനെ, തടാകത്തെ പ്രവേശിച്ചു മുങ്ങാൻ വേണ്ടിയിട്ട്. കുവലയദളം പോലെ വികസിച്ചും ശോഭിച്ചും ഇരിക്കുന്ന കണ്ണുകളോടുകൂടിയ ദേവഹൂതി ഭർത്താവിൻ്റെ വാക്കിനെ ആദരപൂർവം സ്വീകരിച്ചിട്ട് മലിനമായ വസ്ത്രത്തെയും ജടപിടിച്ച തലമുടികളെയും വിളർത്തിയിരിക്കുന്ന അത് രക്തപ്രസാദം ഇല്ലാത്തതെന്നർത്ഥം, വിളർത്തിരിക്കുന്ന സ്തനങ്ങളോട് കൂടിയതും ചളി പുരുണ്ടിരിക്കുന്നതുമായ ദേഹത്തെയും വഹിച്ചിരിക്കുന്ന ആ നിലയിൽ തന്നെ നിർമ്മല ജലം നിറഞ്ഞിരിക്കുന്ന സരസ്വതി നദിയുടെ മധ്യസ്ഥമായ ആ ബിന്ദു സരസിൽ പ്രവേശിച്ചു. എന്താ ഉണ്ടാവുക? അടുത്ത ശ്ലോകം 26 ശ്രദ്ധിക്കുക. സാന്ത സരസി വേഷ്മസ്താ ശതാനി ദശകന്യകാഃ സർവാ കിശോരവയസോ ദദർശോത്പലഗന്ധയാം. അവൾ തടാകത്തിനുള്ളിൽ ഗൃഹത്തിൽ വസിക്കുന്നവരും എല്ലാവരും യൗവനയുക്തകളും താമരപ്പൂവിൻ്റെ ഗന്ധം പോലെയുള്ള ഗന്ധം ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നവരുമായ 1000 കന്യകമാരെ കണ്ടു. തന്നെ അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ്സുമാരായിട്ട് എത്രയോ മാളികകൾ ഉണ്ട് ഈ വിമാനത്തിന്. അപ്പോൾ അതിലൊക്കെ അറ്റൻഡേഴ്സ് വേണ്ടേ ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ. അപ്പോൾ 1000 കന്യകമാർ വന്നു എന്നാണ് പറഞ്ഞത്. സരസിൻ്റെ മധ്യത്തിൽ മുങ്ങിയ അവൾ അവിടെ വിശേഷമായ മന്ദിരത്തിൽ ഉൽപ്പലം പോലെ സൗരഭ്യമുള്ളവരും യൗവനയുക്തകളുമായ 1000 കന്യകമാരി ഇരിക്കുന്നത് കണ്ടു. കന്യകമാരി കണ്ടു എന്ന് പറഞ്ഞു. 27 താം ദൃഷ്ട്വാ സഹസോദ്ധായ പ്രോജു പ്രാഞ്ജലയ സ്ത്രീയ വയം കർമ്മകരീസ്തുഭ്യം ഷാദി ന കരവാമകിം. അവളെ കണ്ടിട്ട് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് സാദരം അഞ്ജലി ബന്ധിച്ച സ്ത്രീകൾ, ഞങ്ങൾ നിങ്ങളുടെ പരിചാരികമാരാകുന്നു, എന്തു ചെയ്യണമെന്ന് ഞങ്ങളെ ശാസിച്ചാലും എന്ന് വിനീതകളായിട്ട് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഭാവാർത്ഥം പറയണു. അവളെ കണ്ട ഉടനെ അവരെഴുന്നേറ്റ് അഞ്ജലി ബന്ധം ചെയ്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദാസ്യവൃത്തി ചെയ്യുവാനുള്ളവരാകുന്നു, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് കൽപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകം 28 സ്നാനേന താം മഹാർഹേണ സ്നാപയിത്വാ മനസ്സിനീം ദുഗൂലേ നിർമ്മലേ നൂതനേ ദദൂരസ്യൈ ചമാനദാഃ. മാനിക്കുന്ന അവർ അധികം വിലപിടിച്ച സ്നാന സാധനങ്ങൾ കൊണ്ട് ഉത്സാഹയുക്തയായ അവളെ സ്നാനം ചെയ്യിപ്പിച്ച് ശുഭ്രങ്ങളും പുതിയവയുമായ 2 മുദ്രവസ്ത്രങ്ങളെ ഇവൾക്ക് കൊടുത്തു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. സുഗന്ധ തൈലാദികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ശ്രേഷ്ഠമായ സ്നാനം കഴിച്ച ശേഷം ഉത്സാഹയുക്തയായ അവർക്ക് 2 മൃദുവായ നൂതന പട്ടുവസ്ത്രങ്ങളെ ഉടുപ്പാനും മേലിടുവാനും കൊടുത്ത് സന്തോഷിപ്പിക്കുകയും മാനിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അടുത്തത് 29 ഭൂഷണാനി പരാർധ്യാനി വരീയാം സീതുമന്ദിജ അന്നം സർവഗുണോപേദം പാനം ചൈവ അമൃതാസവം. വിലമതിപ്പാൻ കഴിയാത്തവയും ഏറ്റവും ഉത്കൃഷ്ടങ്ങളും ശോഭയേറിയതുമായ അലങ്കാരങ്ങളെയും എല്ലാവിധ ഗുണങ്ങളും തികഞ്ഞ അന്നത്തെയും അമൃതം പോലെ ഇരിക്കുന്ന ആസവമാകുന്ന പാനീയത്തെയും കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഞാൻ ഭാവാർത്ഥം, അതിശ്രേഷ്ഠങ്ങളും അധികം വിലപിടിക്കുന്നവയും ഉത്കൃഷ്ട ശോഭയുള്ളവയുമായ അലങ്കാരങ്ങളെ അണിയിച്ച് സർവഗുണസമ്പന്നമായ അന്നവും അമൃതസമാനമായ ആസവവും ഭക്ഷിപ്പാനും കുടിപ്പാനും നൽകി സൽക്കരിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി ഇവിടുന്ന് 3, 2, 5 ശ്ലോകം ഒന്നായിട്ടാണ് പറയുന്നത്.
അധാദർശേ സ്വമാത്മാനം ശ്രഗ്ഗിണം വിരജാംബരം വിരജം കൃതസ്വസ്ത്യയനം കന്യാഭിർബഹുമാനിതം സ്നാദം കൃതശിരസ്നാനം ശിരസ്നാനം സർവാഭരണഭൂഷിതം നിഷ്കഗ്രീവം വലയനം കൂജത് കാഞ്ചനനൂപുരം ശ്രോണ്യോരധ്യസ്തയാ കാഞ്ച്യാ കാഞ്ചന്യാ ബഹുരത്നയാ ഹാരേണ ച മഹാർഹേണ രുചകേന ച ഭൂഷിതം സുദദാ സുബ്രുവാ ശുക്ലഷ്ണസ്നിഗ്ധാപാംഗേന ചക്ഷുഷാ പത്മകോശസ്പൃദ്ധാ നീലൈരളകൈശ്ചലസന്മുഖം. 34-ാമത്തെ ശ്ലോകം. യഥാ സസ്മാര ഋഷഭ ഋഷീണാം ദൈദമ്പതിം തത്ര ചാസ്തേ സഹസ്രീഭിർ അത്രാസ്തേ സ പ്രജാപതി. ഇതാണ് ശ്ലോകം. ഇനി അതിൻ്റെ വാക്കാർത്ഥം ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം. അനന്തരം അവൾ സ്വദേഹത്തെ കണ്ണാടിയിൽ നോക്കിക്കണ്ട് മാല ധരിച്ചും നിർമ്മല വസ്ത്രത്തോടുകൂടിയും ചെയ്യപ്പെട്ടിരിക്കുന്ന ദാസികളാൽ, അവരാണ് എന്താണ് പറയുക, ശരീരകാന്തി മൂടിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ ദാസികളാൽ മംഗളവേഷത്തോടു കൂടിയും കന്യകമാരാൽ ബഹുമാനിക്കപ്പെട്ടും മേൽ കൊഴുമ്പ് മുതലായത് ഉപയോഗിച്ച് സ്നാനം ചെയ്യപ്പെട്ടതും സകലവിധങ്ങളായ ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടതും കണ്ടത്തിൽ പതക്കത്തോടും കൈകളിൽ വളകളോടും ശബ്ദിക്കുന്ന സ്വർണപാദസരങ്ങളോടും മണികിലുക്കം കടിതടങ്ങളിൽ ധരിക്കപ്പെട്ടതും ബഹുവിധ രത്നങ്ങൾ പതിച്ചിട്ടുള്ളതുമായ സ്വർണ്ണ അരഞ്ഞാണോത്തോടും വളരെ വിലയുള്ള ഹാരേണ മുത്തുമാലയോടും കുങ്കുമാതിമംഗള കുറികളോടും കൂടെ അലങ്കരിക്കപ്പെട്ടതും ശോഭനദന്തത്തോടും ഭംഗിയുള്ള പുരകത്തോടും അതായത് മാർദ്ദവവും മിനുപ്പുമുള്ള അപാംഗത്തോടു കൂടിയതും താമരമൊട്ടിന് തുല്യവുമായ നേത്രത്തോടു കൂടിയും നീലനിറമുള്ള കുറുനിരകളാൽ ശോഭിക്കുന്നതുമായ മുഖത്തെ നോക്കിയിട്ട് ഋഷികളാൽ ശ്രേഷ്ഠനും തന്നിൽ ദയയുള്ളവനുമായ ഭർത്താവിനെ എപ്പോൾ സ്മരിച്ചുവോ അപ്പോൾ ദാസികളായ ആ സ്ത്രീകളോടുകൂടെ ആ കർദമ പ്രജാപതി എവിടെയിരിക്കുന്നുവോ അവിടെ എത്തുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥമുണ്ട് അല്ലേ. അനന്തരം ദേവഹൂതി കണ്ണാടിയിൽ നോക്കി കണ്ടതായ അവളുടെ സ്വരൂപത്തെ 5 പദ്യം കൊണ്ട് വിവരിക്കുന്നു. വിശേഷമായ പൂമാലയെയും അതിശുഭ്രമായ വസ്ത്രത്തെയും ധരിച്ച് മംഗളസ്നാനം ചെയ്ത കന്യകകളാൽ ബഹുമാനിക്കപ്പെട്ടും തേച്ചുകുളി കഴിഞ്ഞതിനാൽ സന്നിഗ്ധമായിരിക്കുന്ന സർവാവയവങ്ങളിൽ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളോടുകൂടിയും കണ്ടത്തിൽ പതക്കവും കൈകളിൽ വളയും പാദങ്ങളിൽ മനോഹരമായ ശബ്ദം പുറപ്പെടുന്ന പാദസരവും അരക്കെട്ടിൽ ബഹുവിധ രത്നങ്ങൾ പതിച്ചിരിക്കുന്ന പൊന്നരഞ്ഞാണും കണ്ടത്തിൽ ഭംഗിയേറിയ നായകരത്നമുള്ള മുത്തുമാലയും ധരിച്ചിട്ടുള്ളതും ശോഭയുള്ള ദന്തവും ഭംഗിയേറിയ പുരുകവും താമരമുട്ടിൻ്റെ ഭംഗിയെ തിരസ്കരിക്കുന്ന കടക്കണ്ണുകളും നീലകാന്തിയുള്ള അളകങ്ങളും കൊണ്ട് ശോഭിക്കുന്ന മുഖവും ചേർത്തിരിക്കുന്ന ദിവ്യമായ സപ്രതിബിംബത്തെ കണ്ണാടിയിൽ കണ്ട ഉടനെ ഋഷികളുടെ സംഘത്തിൽ വച്ച് ഉത്കൃഷ്ടനും തൻ്റെ പേരിൽ പരമപ്രേമത്തോടു കൂടിയ പ്രാണവല്ലഭനുമായ ആ കർദമ പ്രജാപതിയെ സ്മരിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്നവർ ഉത്തരക്ഷണത്തിൽ ആ ദാസിമാരോടുകൂടെ സ്വപ്രാണദയിതൻ വസിക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നതെന്നുള്ള അനുഭവമുണ്ടായി എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും
ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.